പ്രാവശ്യം കൂടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയ നല്ല അവസരത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. കർത്താവ് എത്ര നല്ലവനാണ്. ആരോഗ്യത്തോട് ഹല്ലേലൂയ, സന്തോഷത്തോട് ഇന്ന് പകൽക്കാലം നാം ദൈവസന്നിധിയിൽ വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകളെ നമുക്ക് പാടണം. ഹല്ലേലൂയ. എബ്രായ ലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, നിങ്ങളുടെ ഹല്ലേലൂയ പ്രത്യാശയുടെ പൂർണ്ണത ഹല്ലേലൂയ ഹല്ലേലൂയ അതായിത്തീരുവാൻ, നിങ്ങൾ പൂർണ്ണ പ്രത്യാശയിൽ പൂർണ്ണതയുടെ ഉറപ്പ് ഉണ്ടാകുവാൻ ഹല്ലേലൂയ നിങ്ങൾ അവസാനത്തോളം ഹല്ലേലൂയ ഉത്സാഹമുള്ളവരായിരിക്കണം എന്നാണ് പറയുന്നത്. നമ്മളുടെ ഉത്സാഹം എവിടെ ഇരിക്കുന്നു? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം വളരെ ഉത്സാഹത്തോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കണം. ഹല്ലേലൂയ. ഉത്സാഹം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അതിൻ്റെ പൂർണ്ണതയെക്കുറിച്ചാണ് പ്രത്യേകം അവിടെ പറയുന്നത്. നമ്മൾ ഒരുവൻ പൂർണ്ണനായി തീരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വിളിയുടെ ദിവസവും ഹല്ലേലൂയ, ഇപ്പോഴുള്ള ആ ദിവസവും ഹല്ലേലൂയ, ഇതിൻ്റെ ഇടയിലുള്ള ഒരു ഗ്യാപ്പുണ്ട്. ഹല്ലേലൂയ. ആ ഗ്യാപ്പിനാണ് ഹല്ലേലൂയ വളർച്ച എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഇതിൻ്റെ ഇടയിൽ നാം വളർന്നിട്ടുണ്ടോ? ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ നാം ദീർഘനാളുകൾ ഇവിടെ ഇരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ വളർച്ച പ്രാപിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. ഈ ഗ്യാപ്പ് പീരീഡ് ഹല്ലേലൂയ നമുക്ക് ഉപയോഗിക്കണം. ഹല്ലേലൂയ. ഓരോ ദിവസവും ഹല്ലേലൂയ നാം ക്രിസ്തുവിൽ വളരുവാൻ ഹല്ലേലൂയ വളരെ ഉത്സാഹമുള്ളവരായിത്തീരണമെന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നു. നമുക്ക് പാട്ടുകളിലേക്ക് പ്രവേശിക്കാം. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സർവലോക സൃഷ്ടിതാവേ സർവത്തിനും നാഥ, സർവലോക സൃഷ്ടിതാവേ സർവത്തിനും നാഥ, സർവ സൃഷ്ടികളും വാഴ്ത്തി വന്ദിക്കും മഹേശ, സർവ സൃഷ്ടികളും വാഴ്ത്തി വന്ദിക്കും മഹേശ. വാഴ്ത്തിയിടുന്നു വാഴ്ത്തിയിടുന്നു നന്ദിയോടടിയാൻ, വാഴ്ത്തിയിടുന്നു വാഴ്ത്തിയിടുന്നു നന്ദിയോടടിയാൻ, കീർത്തിക്കുന്നു ഘോഷിക്കുന്നു ആത്മോദമോടെ, കീർത്തിക്കുന്നു ഘോഷിക്കുന്നു ആത്മോദം. വാഴ്ത്തിയിടുന്നു വാഴ്ത്തിയിടുന്നു നന്ദിയോടടിയാൻ, വാഴ്ത്തിയിടുന്നു വാഴ്ത്തിയിടുന്നു നന്ദിയോടടിയാൻ, കീർത്തിക്കുന്നു ഘോഷിക്കുന്നു ആത്മോദമോടെ, കീർത്തിക്കുന്നു ഘോഷിക്കുന്നു ആത്മോദമോടെ. എണ്ണമില്ല ദൂതസംഘം വാഴ്ത്തിയിടുന്ന ദേവാ, എണ്ണമില്ല ദൂതസംഘം വാഴ്ത്തിയിടുന്ന ദേവാ, കർമ്മികളും ശ്രാപികളും പുകഴ്ത്തും മഹേശ, കർമ്മികളും ശ്രാപികളും പുകഴ്ത്തും മഹേശ. വാഴ്ത്തിയിടുന്നു വാഴ്ത്തിയിടുന്നു നന്ദിയോടടിയാൻ, വാഴ്ത്തിയിടുന്നു വാഴ്ത്തിയിടുന്നു നന്ദിയോടടിയാൻ, കീർത്തിക്കുന്നു ഘോഷിക്കുന്നു ആത്മോദമോടെ, കീർത്തിക്കുന്നു ഘോഷിക്കുന്നു ആത്മോദമോടെ. വാനഭൂമി സൂര്യചന്ദ്ര നക്ഷത്രാദികളെ, വാനഭൂമി സൂര്യചന്ദ്ര നക്ഷത്രാദികളെ, മാനവാഞ്ച മെച്ച ദേവനാഥനെ മഹേശ, മാനവാഞ്ച മെച്ച ദേവനാഥനെ മഹേശ. വാഴ്ത്തിയിടുന്നു വാഴ്ത്തിയിടുന്നു നന്ദിയോടടിയാൻ, വാഴ്ത്തിയിടുന്നു വാഴ്ത്തിയിടുന്നു നന്ദിയോടടിയാൻ, കീർത്തിക്കുന്നു
ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവിനെ ഇന്ന് പകൽ നമുക്ക് സ്തോത്രം ചെയ്യാം. ഒരു വാക്കുകൊണ്ട് സകലത്തെയും ഉളവാക്കിയ സർവശക്തനായ ദൈവത്തെ ഇന്ന് പകലിൽ നമുക്ക് സ്തോത്രം ചെയ്യാം. ഒറ്റ വാക്കുകൊണ്ട് പ്രകൃതിയെ കീഴടക്കുന്നവന് ഇന്ന് പകലിൽ മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സകലത്തെയും സൃഷ്ടിച്ച സൃഷ്ടാവായ ഞങ്ങളുടെ രക്ഷിതാവിന് ഇന്ന് പകലിൽ ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. റിമമാനരാധന രുഡരാമന ശബ്ദന റിമനാഥനെ രുഡാരധനെ റിബാലബ ശമാനരാധനെ റിബാലധാനരാധനെ റിമാനബ ശബ്ദന. സ്വർഗത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആരാധനയുടെ ശബ്ദം ഇന്ന് പകലിൽ ആമേൻ ഞങ്ങൾ ഭൂമിയിൽ ഇന്ന് പകൽ അങ്ങേ ആരാധിക്കുന്നു. ആരാധനയ്ക്ക് യോഗ്യനായവൻ, ഞങ്ങളെ രക്ഷിച്ചവൻ, ഞങ്ങളെ വീണ്ടെടുത്തവൻ ആമേൻ ഞങ്ങളെ ആമേൻ മുൻ നിയമിച്ച ഞങ്ങളെ വീണ്ടെടുത്ത കർത്താവിന് ഇന്ന് പകലിൽ എല്ലാ ആരാധന ഞങ്ങൾ അർപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ്, അവൻ സ്തുതികൾക്ക് യോഗ്യനാണ്. അവൻ എന്റെ വായിൽ നിന്ന് വരുന്ന അവൻ സ്തോത്രത്തിനും ബഹുമാനത്തിനും യോഗ്യനായ നമ്മുടെ നല്ല കർത്താവ്, എന്റെ നല്ല കർത്താവ്. അവൻ എന്നെ വീണ്ടെടുത്തത് കൊണ്ട്, അവൻ എന്നെ വിടുവിച്ചത് കൊണ്ട് ഇന്ന് പകലിൽ നാം ഒന്നിച്ച് അവന്റെ നാമത്തെ ഉയർത്തുക. ഹല്ലേലൂയ. ഊച്ചമായി അടിക്കുന്ന കൊടുങ്കാറ്റിനെ പോലും തന്റെ വാക്കുകൊണ്ട് അതിനെ നിശ്ചലമാക്കുവാൻ കഴിയുന്ന അവൻ കാറ്റ് അടങ്ങുക, കടലെ ശാന്തമാകുക എന്ന് അവൻ ഒരു വാക്ക് കൽപ്പിച്ചപ്പോൾ അവൻ കാറ്റടങ്ങി കടൽ ശാന്തമായെങ്കിൽ ഇന്ന് പകലിൽ അവൻ വിശ്വസിക്കുന്നവർ ചേർന്ന് പറ, അവൻ എന്റെ പടകിനെ ഉലയ്ക്കുന്ന അവൻ കാറ്റിനെ അടക്കുവാൻ, കടലിനെ ശാന്തമാക്കുവാൻ കഴിയുന്ന സർവശക്തനായ ഒരു വലിയ ദൈവം ഇന്ന് പകലിൽ അവന്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. ഇന്ന് പകൽ അവന് കൊടുക്കേണ്ട മഹത്വം കൊടുത്ത് അവനെ ആരാധിക്കേണ്ട പോലെ ഇന്ന് പകൽ ആരാധിച്ച് അവൻ അവരങ്ങളെ തുറന്ന് ഇന്ന് പകൽ കർത്താവിന് നന്ദി പറഞ്ഞിട്ട് പറ, എന്നെ വീണ്ടെടുക്കുന്ന സർവശക്തനായ ഒരു ദൈവമുണ്ട്. ഇന്ന് പകലിൽ ഞാൻ അവനെ ആരാധിക്കുന്നു. അവനെല്ലാം മുഴങ്കാലുകളും അവന്റെ മുൻപിൽ മടങ്ങും. അവൻ സകല നാവും ഏറ്റുപാട്, എന്റെ കർത്താവ് അത്ര യോഗ്യൻ, എന്റെ കർത്താവ് മാത്രം യോഗ്യൻ, എന്റെ കർത്താവ് മാത്രം യോഗ്യൻ. ഹല്ലേലൂയ.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ ആ ക്രൂശിന്റെ സ്നേഹത്തെ അനുഭവിച്ചറിയുന്ന പ്രിയപ്പെട്ടവർ അതരങ്ങളെ തുറന്ന കർത്താവിന് നന്ദി പറഞ്ഞ് ഇത് നന്ദി പറയുവാനുള്ള സ്ഥലമാ. ആമേൻ. നിങ്ങൾ അടുത്ത് നിൽക്കുന്നവരെ നോക്കണ്ട. ഇന്ന് പകലിൽ ആമേൻ എന്റെ ഹൃദയം നന്ദിയാൽ നിറയുന്നെങ്കിൽ, നമ്മുടെ ഹൃദയം നന്ദിയാൽ നിറയുന്നെങ്കിൽ ഇന്ന് പകൽ കർത്താവിന് സ്തോത്രം ചെയ്ത് പറഞ്ഞേ, ആമേൻ ഞാൻ പാപിയായിരുന്നു, എന്നാൽ എന്റെ പാപത്തെ അവൻ ക്ഷമിച്ചു തന്ന്, എന്റെ അകൃത്യത്തെ അവൻ ക്ഷമിച്ചു തന്നതുകൊണ്ട്, എന്റെ പാപത്തെ അവൻ മോചിച്ചു തന്നതുകൊണ്ട് ഇന്ന് പകലിൽ ഞാൻ അവനെ ആരാധിക്കുന്നു. ആമേൻ. അതാണ് എന്റെ ഭാഗ്യാവസ്ഥ, അതാണ് എന്റെ ഭാഗ്യാവസ്ഥ. ആമേൻ. അതാണ് എന്റെ ഭാഗ്യാവസ്ഥ. ആമേൻ. നാശത്തിൽ കിടന്ന എന്നെ, നാശത്തിലേക്ക് നടന്ന് നീങ്ങിക്കൊണ്ടിരുന്ന എന്നെ അവന്റെ സ്നേഹത്തിന്റെ കരം എന്നെ താങ്ങിയത് കൊണ്ട്, അവന്റെ സ്നേഹത്തിന്റെ കരം എന്നെ പിടിച്ചത് കൊണ്ട് അവൻ ഇന്ന് പകലിലും ആമേൻ ഹല്ലേലൂയ ഒരു സ്വർഗീയ സമാധാനം എന്റെ ഹൃദയത്തിൽ തന്നതാണ്. യേശുവിനെ എന്റെ ഹൃദയത്തിൽ ലഭിച്ചതാണ് എന്റെ ഭാഗ്യമെന്നുള്ളവർ കരങ്ങൾ ഉയർത്തി ഇന്ന് പകൽ കർത്താവിന് നന്ദി പറഞ്ഞു. യേശുവിനെ എന്റെ ഹൃദയത്തിൽ ലഭിച്ചതാണ് ആമേൻ എന്റെ ഭാഗ്യം, എന്റെ ഭാഗ്യം. ഈ ലോകത്തിൽ എനിക്കൊരു കർത്താവുണ്ട് എന്നുള്ളതാണ് എന്റെ ഭാഗ്യം. ഈ ലോകത്തിൽ എന്റെ ആവശ്യം അറിയുന്ന, എന്റെ ഭാരം അറിയുന്ന, എന്റെ വേദന അറിയുന്ന ഒരു നല്ല കർത്താവ് എനിക്കുണ്ട്, ഒരു നല്ല പിതാവുണ്ട് എനിക്ക്. അതാണ് എന്റെ ഭാഗ്യം, അതാണ് എന്റെ ഭാഗ്യം. ഇന്ന് പകൽ ആലയത്തിൽ നാം വന്നിരിക്കുമ്പോൾ നമ്മുടെ ഭാഗ്യാവസ്ഥ മറന്നു പോകരുത്. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കണ്ണിന് പോലും നമ്മുടെ ദയ തോന്നാതിരുന്നപ്പോൾ ആമേൻ ഇന്ന് പകലിൽ അവന്റെ കണ്ണിന് എന്നോട് ദയ തോന്നി. ആമേൻ. നാം മുടിഞ്ഞു പോകാത്തത് ദൈവത്തിന്റെ ദയൊന്ന് മാത്രമാണ്. അവന്റെ മഹാകരുണയാൽ അവൻ എന്നെ തേടിയതാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ ആ കരങ്ങളെല്ലാം മാറോട് ചേർത്ത് വെച്ചൊന്ന് പറയാമോ? എന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, എന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു. രക്ഷിതാവിനെ കാൺക പാപി, രക്ഷിതാവിനെ കാൺക പാപി, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു. കാൽവരി മാലമേൽ നോക്കൂ നീ, കാൽവരി മാലമേൽ നോക്കൂ നീ, കാൽകരം ചേർന്നിതാ ആണിമേൽ തൂങ്ങുന്നു, കാൽകരം ചേർന്നിതാ ആണിമേൽ തൂങ്ങുന്നു. രക്ഷിതാവിനെ കാൺക പാപി, രക്ഷിതാവിനെ കാൺക പാപി, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു. തള്ളുക നിന്റെ പാപമെല്ലാം, തള്ളുക നിന്റെ പാപമെല്ലാം, കള്ളമേതുന്നില്ല കേണ്ട നിൻ ഉള്ളിൽ നീ, കള്ളമേതുന്നില്ല കേണ്ട നിൻ ഉള്ളിൽ നീ. രക്ഷിതാവിനെ കാൺക പാപി, രക്ഷിതാവിനെ കാൺക പാപി,
എന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, എന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു. ഇന്ന് പകൽ ഹൃദയം നന്ദിയാൽ നിറയുന്നവൾ കർത്താവിന് സ്തോത്രം ചെയ്യട്ടെ. ഇന്ന് പകൽ ഒന്ന് പറയാമോ, എന്റെ പേർക്ക് അവൻ ക്രൂശിൽ തറയ്ക്കപ്പെട്ടു, എന്റെ പേർക്കാണ് അവൻ അടികൾ മുഴുവനും ഏറ്റത്. ഞാൻ പാപിയായിരുന്നപ്പോൾ തന്നെ എന്നെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി സ്വർഗത്തിലെ സകല മഹിമകളെയും വെടിഞ്ഞ് താണ ഭൂമിയിലേക്ക് വന്ന ദൈവത്തിന്റെ കുഞ്ഞാടായവൻ എനിക്ക് വേണ്ടി അടികളേറ്റു, എനിക്ക് വേണ്ടി അവൻ തകർച്ച അനുഭവിക്കപ്പെട്ടു. എന്റെ രോഗങ്ങളെ അവൻ വഹിച്ചു, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ ചുമന്നു, നമ്മുടെ അകൃത്യങ്ങളെ അവൻ വഹിച്ചു. അവനെ അടിച്ചു ശിക്ഷിച്ചു ദണ്ഡിപ്പിച്ചിരിക്കുന്നു എന്ന് ഞാൻ വിചാരിച്ചു. എന്നാൽ അവനെ തകർത്തു കളയുവാൻ എന്റെ ദൈവത്തിന് ഇഷ്ടം തോന്നി. ഒരു ശരീരം എനിക്ക് വേണ്ടി ഒരുക്കി, എനിക്ക് വേണ്ടി യാഗമാക്കി തീർത്തു. ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത്, എന്റെ തല അറക്കപ്പെടേണ്ട സ്ഥാനത്ത്, എന്റെ മുതുകിൽ അടി കേൾക്കപ്പെടേണ്ട സ്ഥാനത്ത് എനിക്ക് വേണ്ടി അടികളേറ്റ എന്റെ നല്ല തമ്പുരാന്, എന്റെ നല്ല കർത്താവ്, ഹല്ലേലൂയ. ഇന്ന് പകലും അവൻ എനിക്ക് വേണ്ടി ജീവിക്കുന്നു. അവൻ കാരണമാണ് ഇന്ന് പകലിൽ ഞാൻ ജീവിക്കുന്നതെന്ന് ഉറപ്പുള്ളത്. ഇന്ന് പകലിലെ കരങ്ങളെല്ലാം ഒന്ന് ഉയർത്തിപ്പിടിച്ച് നന്ദി പറഞ്ഞ് നിങ്ങളുടെ ഹൃദയം നന്ദിയാൽ നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പൊ ഇന്ന് പകൽ ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളോട് കരുണ കാണിച്ചത് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ അകൃത്യങ്ങളെ ചുമന്നൊഴിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് പകൽ ആ നന്ദിയോടെ, ആ സ്നേഹത്തോടെ ആരാധിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്ലീസ് ബി സീറ്റഡ്. പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിൽ ഇരുന്നാട്ടെ.